അര സ്ക്വാഡിനെ വെച്ച് റയൽ സിറ്റി അങ്ങ് അലക്കി വിട്ടു. വാട്ട് എ മാച്ച്, വാട്ട് എ പെർഫോമൻസ്. ഈ മത്സരത്തിലെ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. താരങ്ങളുടെ പെർഫോമൻസ്, അതുപോലെ തന്നെ റയൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കിടിലൻ ടെക്നിക്കുണ്ട് ഈ മാച്ചിൽ. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയർ 31 അസിസ്റ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ. ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയിട്ടുള്ള റയൽ മാഡ്രിഡ് താരമായിട്ട് വിനീഷ്യസ് ജൂനിയർ മാറിയിരിക്കുകയാണ് 31 അസിസ്റ്റുമായിട്ട്. ഇതേ 31 അസിസ്റ്റാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും റയൽ മാഡ്രിഡിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാച്ചിൽ റയൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തോരം പാസ് പണിയും ചെയ്തോ, നിങ്ങൾ എന്തോരം ബിൽഡപ്പ് പണിയും ചെയ്തോ, ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൗണ്ടർ അടിക്കും. ഞങ്ങൾ ആ ഗ്രൗണ്ടിന്റെ വിത്ത് മൊത്തം യൂസ് ചെയ്യും. ആ ഗ്രൗണ്ടിന്റെ ആ ഒരു എൻഡർ പിച്ച് ഞങ്ങൾ യൂസ് ചെയ്യും. പ്രോപ്പറായിട്ട് ചെയ്തത്, പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് 101% ബ്രില്യൻ്റ് ആയിട്ട് അത് റയൽ താരങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത് എന്നതാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റയലിന്റെ ഫാൻസ് ഉണ്ടല്ലോ, റയലിന്റെ ഫാൻസ് റയലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു കളിയുണ്ട്, അത് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു ആർബലോയ്ക്ക് ടാറ്റിക്സ് ഇല്ല എന്ന് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു മാച്ചിൽ എനിക്ക് അതൊന്നും തോന്നിയിട്ടുണ്ടില്ല, വലിയ ടാക്ടിക്കൽ ബ്രില്യൻ്റ് ആയിരുന്നു എന്നതൊന്നും. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, അവരെ സംബന്ധിച്ച് അവരൊരു പ്ലാനുമായിട്ട് വന്നു, ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു. സിറ്റിക്ക് അതിനനുസരിച്ച്, അതായത് ഈ ഒരു പ്ലാൻ മനസ്സിലാക്കാനേ പറ്റിയില്ല എന്നതാണ്. ഇതിനെതിരെ ഒരു നല്ല രീതിയിലുള്ള മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റിയേ ഇല്ല എന്നതാണ്. നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാച്ചിൽ 4-5 ഗോൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. വിനീഷ്യസ് ജൂനിയർ തന്നെ ഒരു പെനാൽറ്റി വിൻ ചെയ്തു, എന്നിട്ട് വിനീഷ്യസ് തന്നെ അത് തൊലച്ചും കളഞ്ഞു. അത് അല്ലാതെയും വേറെ അവസരങ്ങൾ ഈ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നു. ഒരു 4-5 ഗോൾ മിനിമം അടിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ അടിച്ചിരുന്നെങ്കിൽ സെക്കൻഡ് ലെഗിൽ ഒരു കംബാക്കിനുള്ള സാധ്യത ഒന്നുമില്ല, എല്ലാം അങ്ങ് തള്ളിക്കളയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരു ചെറിയ രീതിയിലുള്ള ഒരു നേരിയ സാധ്യത, ഒരു 10% സാധ്യത ഞാൻ കാണുന്നുണ്ട് ഒരു കംബാക്കിനുള്ള. അല്ലാത്ത വശം വേറെ ഒന്നുമില്ല. ഇനി ഈ ഒരു മാച്ചിലെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട പേരാണ് ഫെഡറിക്കോ വാൽവർദെ. തൻ്റെ ടീം വലിയൊരു പ്രശ്നത്തിൽ കൂടെയാണ് പോകുന്നത്, വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള, അതായത് ടീമിന്റെ സ്ക്വാഡിന്റെ ആ ഒരു ഡെപ്തിന്റെ പകുതിയേ ഉള്ളൂ, വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് എൻ്റെ ടീം പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഫെഡറിക്കോ വാൽവർദെ ഇറങ്ങി ഒരു കളിയാണ് കളിച്ചു. ഫസ്റ്റ് ഹാഫിൽ തന്നെ 10-10 റേറ്റിംഗ്, സെക്കൻഡ് ഹാഫിൽ അത് തന്നെയാണ്. അദ്ദേഹത്തിന് ഈ ഒരു മാച്ചിലെ റേറ്റിംഗ് 10-10 3 ഗോൾ, ഹാട്രിക്ക്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടച്ചാണ്, ഫസ്റ്റ് ടച്ച്. ആദ്യത്തെ ഗോളിലെ ഫസ്റ്റ് ടച്ച്, ആ ഒരു ടച്ചിൽ ആ ഒരു ഡിഫൻഡറെ ബീറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ ടച്ചിൽ കീപ്പറിനെ ബീറ്റ് ചെയ്യുന്നു. ഈസി ആയിട്ടുള്ള ഒരു ഫിനിഷാണ് ചെയ്യുന്നത്, നല്ലൊരു ഫിനിഷായിരുന്നു ഒരു ആംഗിളിൽ നിന്ന്. എടുത്തു പറയേണ്ട രണ്ടാമത്തെ കാര്യം അത് തന്നെയാണ്. രണ്ടാമത്തെ ഗോളിൽ ഒരു ഫസ്റ്റ് ടച്ചിൽ തന്നെ അത് വെച്ചു കൊടുക്കുകയാണ്, അതായത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അടിക്കാൻ പറ്റുന്ന പാകത്തിനാക്കിയെടുത്തു ഫസ്റ്റ് ടച്ചിൽ തന്നെ. മൂന്നാമത്തെ ഗോളിലെ ഫസ്റ്റ് ടച്ച് അതൊരു 1-1.5 ടച്ചാണ്. ആ ഒരൊറ്റ ടച്ചിൽ ആ ഒരു ഡിഫൻഡറിന്റെ മേളിൽ കൂടെ ബോൾ ഇട്ടിട്ട് എടുത്തൊരു അടിയാണ് അങ്ങ് ഗോളിലേക്ക്. വേറെ ലെവല് പെർഫോമൻസ് ആണ് വാൽവർദെ നടത്തിയിട്ടുള്ളത്. വാൽവർദെ ഡിഫൻസ് പിടിക്കുന്നു, ഡോക്കുനെ പിടിക്കാനും വാൽവർദെ വരുന്നുണ്ട്, അറ്റാക്കിങ്ങിനും വാൽവർദെ വരുന്നുണ്ട്. കുമ്പിടി എന്ന് പറയില്ല നമ്മൾ, അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ പൊന്നോ, വാൽവർദെ ഇറങ്ങി അങ്ങ് കളിച്ചിട്ടുണ്ട് ഈ മാച്ചിൽ. ഡോക്കു, ആ സിറ്റിയുടെ നിരയിൽ ഡോക്കു മാത്രമാണ് എന്തെങ്കിലും ഒരു ത്രെറ്റനിങ് റയലിന് ഉണ്ടാക്കിയിട്ടുള്ളത്, വേറെ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ആ ഡോക്കുനെ പിടിക്കാനും വാൽവർദെ പോകുന്നുണ്ട്, ഗോൾ അടിക്കാനും വാൽവർദെ പോകുന്നുണ്ട്, ആ ഒരു അറ്റാക്ക് ബിൽഡ് ചെയ്യാനും വാൽവർദെ പോകുന്നുണ്ട്, ബോൾ റിക്കവർ ചെയ്യാനും വാൽവർദെ ഉണ്ട്, പാസിങ്, ഹോൾഡിങ്, സകലമാന കാര്യം ചെയ്യുന്നുണ്ട്. ആൾ ഇൻ വൺ പെർഫോമൻസ് ആണ് വാൽവർദെ നടത്തിയിട്ടുള്ളത്. പറഞ്ഞാലും തീരൂല, അതിനു മാത്രം ഉണ്ട് വാൽവർദയുടെ പെർഫോമൻസ്. രണ്ടാമത് പറയേണ്ട പേര് ടിബോട്ട് കോർട്ടുവ എന്ന പേര് പറയാതിരിക്കാൻ പറ്റൂല. സെക്കൻഡ് ഹാഫിൽ ഒരു ഗോളൊക്കെ കൺസിഡർ ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു യങ് പ്ലെയറിന്റെ മിസ്റ്റേക്കിൽ നിന്ന് ഫസ്റ്റ് ടൈം ഷോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് സേവ് ചെയ്തു ടിബോട്ട് കോർട്ടുവ. ഈ ഒരു മാച്ചിൽ 8.4 തരത്തിന്റെ റേറ്റിംഗ്. ഫസ്റ്റ് ഗോളിന് നൽകിയിട്ടുള്ള ഒരു ലോങ് ബോൾ ബ്രില്യൻറ്റ്, വേറെ ലെവൽ ലോങ് ബോളാണത്. അത് ഒരു ഫസ്റ്റ് ടച്ചിൽ തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലോങ് ബോളിനും കൊടുക്കണം 100 മാർക്ക്, ആ ഒരു ഫസ്റ്റ് ടച്ചിനും കൊടുക്കണം 100 മാർക്ക്, ആ ഒരു കീപ്പറിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു സെക്കൻഡ് ടച്ചുള്ള അതിനും കൊടുക്കണം 100 മാർക്ക്. അത് നല്ലൊരു ഫിനിഷും ആയിരുന്നു. അത് വേറെ ലെവലൊരു ഗോളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ഫസ്റ്റ് റൗണ്ട് മാച്ചസ് ഒക്കെ കഴിഞ്ഞു.
അതായത് പ്രീ ക്വാർട്ടറിലെ ഫസ്റ്റ് ലെഗ് മാച്ചസ് കഴിഞ്ഞു. അപ്പോൾ ആ മാച്ചസ് കഴിയുന്ന സാഹചര്യത്തിൽ ഏറ്റവും ബ്രില്യൻ പെർഫോമൻസ് നടത്തിയ പ്ലെയർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫെഡറിക്കോ വാൽവർദെയാണ്. ഏത് ലെവല് കളിയടി, എവിടെ ഗ്രൗണ്ടിൽ എല്ലാ മൂലയ്ക്കും അങ്ങനെയുണ്ട്. ഇനി എടുത്തു പറയേണ്ട അടുത്തൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് അറ്റാക്കിങ് കളിച്ചിട്ടുള്ള രണ്ടുപേരും നന്നായിട്ട് കളിച്ചു എന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. വിനീഷ്യസ് ജൂനിയർ ആയാലും ശരി, ബെർഹിൻ ഡയസ് ആയാലും ശരി. വിനീഷ്യസ് ജൂനിയറിനെ സംബന്ധിച്ച് അദ്ദേഹം 31 അസിസ്റ്റിലേക്ക് എത്തിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വിനീഷ്യസ് ജൂനിയറിന് ആരുമേ ഇല്ല, എൻ്റെ ടീമിനെ രക്ഷിക്കാൻ ആരുമില്ല, ഞാൻ തന്നെ രക്ഷിക്കണം എന്നൊരു അവസ്ഥ വന്നാൽ മാത്രമേ വിനീഷ്യസിന്റെ ഇമ്മാതിരി ഒരു പെർഫോമൻസ് കാണാൻ പറ്റുന്നുള്ളൂ എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. എല്ലാ മാച്ചിലും ഇത് കൊടുക്കാൻ വിനീഷ്യസിന് കഴിയുന്നില്ല. എംബാപ്പെ ഉള്ള സമയത്ത് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല. കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈസിയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. കാരണം വിനീഷ്യസ് താൻ ഒറ്റയ്ക്കാണ്, തൻ്റെ ടീമിനെ താനാണ് രക്ഷിക്കേണ്ടത് എന്നൊരു അവസ്ഥ വരുമ്പോൾ വിനീഷ്യസ് നടത്തുന്ന പെർഫോമൻസ് അത് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബിഗ് ടീമിനെതിരെ, എസ്പെഷ്യലി ബിഗ് ടീമിനെതിരെ ബിഗ് മാച്ചസിൽ വിനീഷ്യസ് ഒരു ബ്രില്യൻ്റ് ആണ്. അപ്പോൾ അത് ഈ ഒരു മാച്ചിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പെനാൽറ്റി ഇൻസിഡൻ്റ് ഒക്കെ എന്താണത്, ബോൾ എടുത്തൊരു പോക്കാണ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് അത് ഗോളും കൂടെ ആക്കിയിരുന്നെങ്കിൽ ഒരു 4-0 എന്ന മാർജിനിൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു സെക്കൻഡ് ലെഗിലേക്ക് പോകാമായിരുന്നു. പക്ഷെ ഇപ്പോഴും കംഫർട്ടബിൾ ഒക്കെ തന്നെയാണ്. ഒരു 90% അടുത്ത റൗണ്ടിലേക്ക് പോയ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എടുത്ത് പറയേണ്ട പേരെന്ന് പറയുന്നത് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഉള്ള പേരാണ്. ചോമനി, ആർതർ ഗുലർ, ഇവരൊക്കെ ഒരു നല്ല പെർഫോമൻസ് മിഡ്ഫീൽഡിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫൻസ്, എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ഈ മാച്ചിൽ 3 ഗോള് റയൽ സ്കോർ ചെയ്തതല്ല, റയൽ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തില്ല. സിറ്റിയെ പോലെ ഇത്രയും മികച്ചൊരു അറ്റാക്കിംഗ് ഉള്ള ടീമിനെതിരെ റയലിന്റെ ഈ ഒരു ഡിഫൻസ് വളരെ മോശം ഡിഫൻസാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് ഒരു ഗോള് പോലും ഇവർ കൺസീഡ് ചെയ്തില്ല എന്നത് അൺബിലീവബിൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും മികച്ച രീതിയിൽ അവർ കളിച്ചിട്ടുണ്ട് ഈ മാച്ചിൽ. റൂഡിഗറിന്റെ മാക്സിമം കൊടുത്തു. എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് റൂഡിഗറിന്റെ. കഴിഞ്ഞ സീസൺ ഈ സീസൺ എടുത്ത് നോക്കുമ്പോൾ 2 സീസണിലായിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലും ഈ സീസണിലും കൂടെ നോക്കുമ്പോൾ കിടിലൻ പെർഫോമൻസ്, ഒന്നും പറയാനില്ല, മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ റൂഡിഗറിന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് കുറേയൊക്കെ വരാറുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു മാച്ചിൽ നമുക്ക് അതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഗെയിം കണ്ടു. ദാൻ ഹ്യൂസണും ഡീസൻ്റ് ആയിട്ടുള്ളൊരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. ഫെർണാണ്ടോ മെൻഡിയും വളരെ മികച്ച രീതിയിൽ ആ ഒരു മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു. ട്രെൻഡിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവൽ ഗെയിം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ ആ ഒരു യങ് പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വളർന്നു വരുന്നതല്ലേ, അടുത്ത മാച്ചിലൊക്കെ സെറ്റ് ആകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.